എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വലം നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ എവിടെ നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലക്കനെ ഒന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് നേരെ കമൻറ്റ് ബോക്സിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻറ്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ ഒരു ഹൃദയം കമൻറ്റ് ആയിട്ട് ഇടുക. ഇങ്ങനെ നിങ്ങളൊരു കമൻറ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ വീഡിയോ റീച്ച് ആകാനുള്ള സാധ്യത അത് വളരെയധികം കൂട്ടും. നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുടെ സഹായം എനിക്ക് കിട്ടിയേ തീരുമോ, അത്രയ്ക്ക് ശോചനീയ അവസ്ഥയിലാണ് നമ്മുടെ ചാനലിൻ്റെ റീച്ച് നിൽക്കുന്നത്. അപ്പോൾ നല്ല ഹൃദയത്തിന് ഉടമകളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് തരാം, നിങ്ങളുടെ ലൈക്കും കമൻറ്റ് ചെയ്ത് തരാം. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാൻ ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ആ എണ്ണ എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കേണ്ട ഒരു അവസ്ഥയിലാക്കരുത്. നമ്മൾ കെട്ടിയും പടക്കെടുത്ത് പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നല്ല ഹൃദയത്തിന് ഉടമകളെല്ലാം ഒന്ന് സഹകരിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനായിട്ട് ഞാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അനശ്വരയുടെ ഒരു പ്രശ്നം വന്നിരുന്നു. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവരെല്ലാം കാണുക. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ഇവിടെ എൻ്റെ ഒരു തംബ്നെയിലും കൊടുത്തേക്കാം. സംഭവം, അനശ്വരയെ ഒരു പ്രൊമോഷന് വിളിച്ചു. അനശ്വര ആ പ്രൊമോഷന് കൃത്യമായി സഹകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡയറക്ടർ രംഗത്ത് വരികയും അതിനെതിരെ അനശ്വര ഇതൊരു ഫേക്ക് അലിഗേഷനാണ്, അങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞിട്ട് അനശ്വരയുടെ ന്യായീകരണം പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പുള്ളിക്കാരിയെ കരിവേരിത്താക്കാനും പുള്ളിക്കാരിയുടെ കരിയർ നശിപ്പിക്കാനും ഇറങ്ങി തിരിച്ചാണെന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ആ സമയത്ത് ഈ അഹാനയുടെ പ്രശ്നം വന്നിരുന്നു. അഹാന നാൻസി റാണി എന്നൊരു ചിത്രത്തിൽ അഭിനയിക്കുകയും ആ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർമാർ ഇതിൻ്റെ പ്രൊമോഷൻ നടത്തിയ സമയത്ത് പ്രധാന കഥാപാത്രമായ അഹാന അവിടെ വന്നിട്ടില്ല. ചോദിച്ച സമയത്ത് അഹാന ഇതുപോലെ ഈ പ്രൊമോഷനും കാര്യങ്ങൾക്കൊന്നും സഹകരിച്ചില്ല എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ സംസാരിച്ചത്. വേണം നമുക്ക് ആ ഒരു ക്ലിപ്പിംഗ് മാത്രം ഒന്ന് കണ്ടു നോക്കാം. എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപാടുണ്ട്. പക്ഷെ അതിപ്പോൾ പുറത്ത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ബെറ്റർ ഞാനിപ്പോൾ അത് സൈലന്റ് ആയിട്ടിരിക്കുന്നതാണ്. കാരണം മേജർ ഒരു പ്രധാന ക്യാരക്ടർ തന്നെ നമ്മൾക്ക് പ്രൊമോഷൻ ആണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും എല്ലാം കമ്പാരിറ്റീവ്ലി സഹകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം കുറേ സ്ട്രഗിൾസ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അഹാനയെ മാം ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നോ? പ്രൊമോഷൻസിന് വരണം, പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, PRO വിളിച്ചിരുന്നു, നമ്മളെല്ലാവരും കോൺടാക്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അഹാനയെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാനൊരു 1 year ബാക്ക് നമ്മുടെ സോങ് റിലീസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ മുമ്പായിട്ടും അതിന് ശേഷവും കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടവരായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കേണ്ടവരായിരിക്കും. അതായത് ഈ പ്രൊഡ്യൂസറിൻ്റെ പേര് നൈന എന്നങ്ങാണ്ടാണ്, നൈന. അപ്പോൾ ഈ പ്രൊഡ്യൂസർ പറയുന്നത് ഈ പടം കുറേ നാളായി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പെട്ടിയിലായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് മരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇവരുടെ ഹസ്ബൻഡാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തതും അയാളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും എല്ലാം. അപ്പോൾ ഈ പടം ഇപ്പോൾ റിലീസിനൊരുങ്ങുന്ന സമയത്ത് അഹാന ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രൊമോഷനും കാര്യങ്ങൾക്കും ഒന്നും സഹകരിച്ചില്ല, മാർക്കറ്റിങ്ങിനും കാര്യങ്ങൾക്കും ഒന്നും സഹകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അലിഗേഷനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ വെച്ചത്. പ്രൊഡ്യൂസർ ഇത് ഇവിടെ മാത്രമല്ല പലയിടത്തായിട്ട് പോയിട്ട് ഈ അലിഗേഷൻ പറയുന്നുണ്ടായിരുന്നു. അഹാന അതിന് സഹകരിച്ചില്ല, അഹാന ഇതിന് സഹകരിച്ചില്ല, ഇപ്പോൾ ഞങ്ങളുടെ നിന്ന് ക്യാഷെല്ലാം വാങ്ങി എന്നിട്ടും സഹകരിച്ചില്ല, പ്രോപ്പറായിട്ട് ഞങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു, എന്നിട്ട് എന്താണ് അതിൻ്റെ പ്രശ്നമെന്നറിയില്ല, നിയമപരമായി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള അധികാരമുണ്ട്, പ്രൊമോഷൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അലിഗേഷൻ അഹാനയെ കുറിച്ചിട്ട് ഈ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു. കുറച്ച് നാളായി ഈ സംഭവം സംഭവിച്ചിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അഹാന ഇപ്പോൾ അഹാനയുടെ സൈഡിൽ നിന്നുള്ള ഒരു ന്യായീകരണമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് അഹാന പറയുന്നത് ഇവരുടെ ഒരു ലെറ്റർ ഹെഡ് ഉണ്ടല്ലോ, ഈ സിനിമാ താരങ്ങളൊക്കെ പൊതുവെ ഇരുന്ന ലെറ്റർ ഹെഡ്, ആ ലെറ്റർ ഹെഡിനകത്താണ് അഹാന ഒരു 8 പേജുള്ള വിശദീകരണമാണ് ഇട്ടിരിക്കുന്നത്. ഞാനൊന്നും എൻ്റെ പരീക്ഷയ്ക്ക് പോലും ഈ 8 പേജൊന്നും എഴുതിയിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഇപ്പം ഞാൻ കുത്തിയിരുന്ന് വായിച്ചിരുന്നു, ഇപ്പോഴും ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. ഞാൻ നേരെ അത് കോപ്പി ചെയ്ത് ഗൂഗിളിനെ കൊണ്ട് ഞാനത് സ്പീച്ച് ചെയ്ത് കേൾപ്പിച്ച് ആ കേൾപ്പിച്ച സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം 8 പേജ് ഞാനിവിടെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 2.5 മണിക്കൂറെങ്കിലും പോകും. അതുകൊണ്ട് ഞാൻ അതിനകത്തെ പ്രധാന ആശയങ്ങൾ മാത്രം പറയാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് നേരിട്ട് പോയി വായിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒന്ന് സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കുകയും ചെയ്യാം സാധനം. ഇതിനകത്ത് അഹാൻ ഇതിനെതിരെ പറയുന്നത് ഈ പടം ഇന്ന കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്തതാണ്, ആ സമയത്ത് ഞാൻ ഈ പടത്തോട് പൂർണ്ണമായിട്ട് സഹകരിച്ചിരുന്നു, ഞാൻ വളരെ നല്ല രീതിയിലാണ് ഇതിനകത്ത് സഹകരിച്ചിരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോഴത്തേനും ഞാൻ എൻ്റെ ഒരു സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കഴിവുകൊണ്ട് ഈ 2 പ്രമുഖ താരങ്ങളാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത്. അത് ഈ പടത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഇതിനോട് എങ്ങനെ സഹകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണെന്നാണ് അഹാന പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു പേജിൻ്റെ, അതായത് ഈ നാൻസി റാണി എന്നാണ് ചിത്രത്തിൻ്റെ പേര്, ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്ത കാര്യങ്ങൾ നോക്കുമ്പോഴത്തേനും അതിനകത്ത് അവർ മമ്മൂട്ടിയും പൃഥ്വിരാജിനെയും ടാഗ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ പോസ്റ്റർ റിലീസ് ചെയ്തത്. അപ്പോൾ അഹാനയുടെ ഒരു സാന്നിധ്യത്തിൽ അല്ലെ അഹാനയുടെ ഒരു കഴിവിനാൽ അവരെ കൊണ്ട് വരെ ഈ പോസ്റ്റർ റിലീസ് ചെയ്യിപ്പിച്ചു. ആ ഒരു നിലയിലേക്ക് വരെ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് തുടക്കത്തിൽ അഹാന സഹകരിച്ചിട്ടുണ്ടെന്നാണ് അഹാന പറയുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ പടത്തിൻ്റെ ലീഡ് കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത് അഹാന തന്നെയാണ്. അഹാന ഇതിനകത്ത് പറയുന്നൊരു കാര്യം, ഈ ഡയറക്ടർ ഒരു പുതിയ ഡയറക്ടറാണ്.
അപ്പോൾ ഇയാൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗഗനമായ നോളജ് ഒന്നുമില്ല. അപ്പോൾ ഈ സിനിമ ഫീൽഡിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് അഭിനയിച്ച് മുൻപരിചയമുള്ള ഇതിനകത്ത് പ്രവർത്തിച്ച് മുൻപരിചയമുള്ള ആളുകൾ ഈ പുള്ളി ഒരു കുത്തഴിഞ്ഞ ഉത്തരപേപ്പർ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ പോക്കെന്ന് മനസ്സിലായതുകൊണ്ട് ഒരു പരിചയ സമ്പത്തുള്ള അസിസ്റ്റൻറ്റിനെ നിയമിച്ചു കഴിഞ്ഞാൽ ഇത് കുറേയൊക്കെ കറക്റ്റായിട്ട് പോകുമെന്ന് പല ആൾക്കാരും പറഞ്ഞു. നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു മാനേജർ ഉണ്ടാവും. ഈ മാനേജറിന് ഒരു കിണയും അറിയത്തില്ല. അപ്പോൾ ഈ മാനേജർ എന്ത് ചെയ്യും? പണി അറിയാവുന്ന കുറേ പിള്ളേരെ അണ്ടറിൽ ജോലിക്ക് എടുക്കും. ഈ അടിയിൽ പണി അറിയാവുന്ന പിള്ളേർ നല്ലോണം ജോലി ചെയ്യുകയും അതിൻ്റെ പേരും ക്രെഡിറ്റും പ്രശസ്തിയല്ല ഈ മാനേജർ എന്ന് പറയുന്ന കൊണ്ടുപോവുകയും ചെയ്യും. ഇതേപോലൊരു സാധനം ചെയ്യാനാണ് ഈ അഹാനയും കൂടുള്ള ഈ സിനിമയെക്കുറിച്ച് അറിയാവുന്ന ആളുകളും പറഞ്ഞത്. പണി അറിയാവുന്ന ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ പണി അറിയാവുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി പടം നടക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഡയറക്ടർ മനു അവിടെയും പേര് മനു എന്നാണ്, അതാ പ്രശ്നം. മനു എന്ന് പേരുള്ള ഗതി പിടിച്ച് ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മനു എന്ന് പേരുള്ളത് രണ്ടാമത്തെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഈ മനു എന്ന് പറയുന്ന സംവിധായകൻ അതിനൊന്നും തയ്യാറായിട്ടില്ല. ഫുൾ ക്രെഡിറ്റ് എനിക്ക് വേണം, ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ള രീതിയിൽ പുള്ളി നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തുടക്കത്തിലൊക്കെ ഇത് നന്നായിട്ട് പോവുകയും പോകെ ഈ സിനിമ കുത്തഴിഞ്ഞാണ് പോകുന്നത്, ഇത് ഒരു നല്ല നിലയ്ക്ക് പോകില്ല എന്ന് ഈ അഹാനയ്ക്കൊക്കെ മനസ്സിലായി. ഇനി ഈ ഡയറക്ടറിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് തോന്നുമ്പോഴാണ് പടങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. പുള്ളിക്ക് തോന്നാത്തപ്പോൾ പുള്ളി പടം ഷൂട്ട് ചെയ്യില്ല. പുള്ളി ക്യാരമിൽ വരിക, പുള്ളി കുറച്ച് കമ്പനി ടീംസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കമ്പനി ടീംസായിട്ട് 2 വിട്ടൊക്കെയാണ് പുള്ളി പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി പോയി 2 പെഗ്ഗൊക്കെ അടിച്ച് പുള്ളിക്ക് തോന്നുമ്പോൾ ഇറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്യും, പുള്ളിക്ക് തോന്നുമ്പോൾ ഷൂട്ട് ചെയ്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പോയത്. അഹാൻ ഇതിനകത്ത് പറയുന്നത് പൊതുവേ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂളായിരിക്കും. അതായത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, ഇങ്ങനെയാണ് ഒരു സിനിമ സിസ്റ്റമാറ്റിക്കായിട്ട് പൊതുവേ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ നാൻസി റാണി എന്ന് പറയുന്ന ഈ സിനിമയുടെ ചിത്രീകരണം മാത്രം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഒന്നുമല്ല. പുള്ളിക്ക് മൂഡ് വരുമ്പോൾ പുള്ളി കെട്ടിറങ്ങി നിൽക്കുന്ന സമയത്ത് പുള്ളി ഒന്ന് ഷൂട്ട് ചെയ്യും, പുള്ളിക്ക് കെട്ട് കയറുമ്പോൾ പുള്ളി ഷൂട്ട് ചെയ്യത്തില്ല. പുള്ളിയുടെ സമയം നോക്കി എല്ലാവരും നിൽക്കണം. ഇത് കറക്റ്റല്ല, കറക്റ്റായിട്ട് ഷൂട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അഹാന ഇവർക്ക് കുറേ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ടുകൾ അഹാനയുടെ കയ്യിലുണ്ട് തെളിവായിട്ട്. അതായത് ഈ വാട്സപ്പ് മെസ്സേജ് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി നമ്മൾ വരുമ്പോഴത്തേനും അഹാന പറയുന്ന മറ്റൊരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ പടം തുടക്കത്തിലൊക്കെ നന്നായിട്ട് പോയി, അതിനുശേഷം ഇത് ഡയറക്ടറുമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. കാരണം ഈ പടം നല്ല രീതിക്ക് പോകുന്നില്ല, ഈ പടം ചെയ്തു തീർക്കണമെന്ന് ഈ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് അഹാനയ്ക്ക് മനസ്സിലാക്കുകയും ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങൾ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അഹാന ആ പരിപാടി നിർത്തി. എന്നാൽ ഇതിനെ തുടർന്നൊരു സാധനം വന്നില്ല. അതുമാത്രമല്ല അഹാന പിന്നെ മറ്റൊരു സോഴ്സിൽ നിന്ന് അറിഞ്ഞത് അഹാന ചെയ്യേണ്ട ക്ലൈമാക്സ് ചില ഭാഗങ്ങളെല്ലാം അഹാനെപ്പോലെ തോന്നിക്കുന്ന മറ്റൊരാളെ വെച്ച് ഷൂട്ട് ചെയ്യിച്ചു. കുറച്ചും കൂടെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഡ്യൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്യിച്ചു. അഹാനെ വിളിച്ചില്ല. അതുമാത്രമല്ല ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ലീഡ് റോളിന് ഇത് ഡബ്ബ് ചെയ്യാനായിട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ അഹാനയ്ക്ക് മനസ്സിലായി ഇത് എൻ്റെ കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്യാനായിട്ടാണ്. അഹാനയ്ക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇതുവരെ തൻ്റെ എല്ലാ പടത്തിലും അഹാന തന്നെയാണ് ഡബ്ബ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പടത്തിന് ഡബ്ബ് ചെയ്തിട്ട് ആ ഡബ്ബ് ചെയ്തത് ശരിയാകാത്തത് കൊണ്ട് തന്നെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ ഡബ്ബിങ്ങിന് വിളിച്ചതേയില്ല, നേരെ വേറൊരാൾക്ക് കൊടുത്തപ്പോഴത്തേനും അഹാനയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അഹാനയ്ക്ക് മനസ്സിലായി ഇത് അഹാനയുടെ പ്രശ്നമല്ല. കാരണം അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഡയറക്ടർ വന്നിട്ട് എപ്പോൾ നോക്കിയാലും വെൽ ഡൺ മൈ ഡിയർ ബോയ്, തന്നിട്ട് താങ്കൾ അഭിനയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ അവസാന ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാനായിട്ട് പുള്ളിക്കാരി വിളിച്ചതുമില്ല. അതുപോലെ തന്നെ ഡബ്ബിങ്ങിന് മറ്റൊരാളെ വെക്കുകയും ചെയ്തു. അതിനുശേഷം ഈ അഹാന പല സോഴ്സിൽ നിന്ന് അറിഞ്ഞത് ഈ ഡബ്ബ് ചെയ്ത സാധനം അടപട കളോസ്കി കുളവായ സമയത്ത് ഇവർ തിരിച്ച് അഹാനെ കോൺടാക്ട് ചെയ്തു. അതായത് അഹാന ഓൾറെഡി ഈ ഡബ്ബിങ്ങിൻ്റെ കേസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പകരം വേറൊരാളെ എടുക്കുവാണോ ഈ പോസ്റ്റർ കണ്ട് ചോദിച്ചപ്പോഴത്തേനും അവർ റെസ്പോണ്ട് ചെയ്തില്ല. അതിനുശേഷം ഈ ഡബ്ബിങ് കുളവായതുകൊണ്ട് അവർ വീണ്ടും അഹാനെ കണക്ട് ചെയ്യും. അഹാന അതിന് വലിയ താല്പര്യം കാണിച്ചില്ല. അതിനുശേഷം ഇവർ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി ഈ സാധനം പരിപാടി അവിടെ തീർന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ നൈന എന്ന് പറയുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസർ, അതായത് ഈ മനു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ അഹാനയുടെ അമ്മയെ കോൺടാക്ട് ചെയ്തു. നമ്മൾ പിള്ളേരെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ മാതാപിതാക്കളെ കോൺടാക്ട് ചെയ്യുമല്ലോ, അതുപോലെ അമ്മയെ കോൺടാക്ട് ചെയ്തിട്ട് മകൾ ഇതുപോലെ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയാമല്ലോ, ഇവരോട് കൽപ്പിച്ചു. നിങ്ങളുടെ കെട്ടിയവൻ മദ്യപിച്ചിട്ടല്ലേ അങ്ങനെ ചെയ്ത് ഇങ്ങനെയല്ലേ ചെയ്തതെന്ന് ഇവർ പറഞ്ഞു. അതിനെ തുടർന്നിട്ട് അവർ പറഞ്ഞു എൻ്റെ കെട്ടിയൻ മദ്യപിച്ചിട്ടേ ഉള്ളൂ, നിങ്ങളുടെ മോൾ ഫുൾ ലഹരി കേസാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് 1 2 പറഞ്ഞ് ഇവർ ഉടക്കി ഫോൺ വെച്ച് ആ ബന്ധം മൊത്തത്തിൽ കുളവയബാധമായി തീർന്നു.
പിന്നീട് നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ പലയിടത്തായിട്ട് നമ്മുടെ ഈ പ്രൊഡ്യൂസർ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നിടത്തെല്ലാം അഹാന ഭയങ്കര പ്രശ്നക്കാരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അഹാന ഓൾറെഡി പറയുന്നുണ്ട് എനിക്ക് ഫുൾ പേയ്മെൻറ്റ് ഓൾറെഡി തന്നിട്ടുണ്ടെന്ന് അഹാന പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡബ്ബിങ്ങിൻ്റെ പ്രശ്നം അഹാന ഇതാണ് പറഞ്ഞത്. ഈ ഡബ്ബിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ ഈ പ്രൊഡ്യൂസർ പ്രതികരിക്കുന്ന രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എടുക്കാത്തത് ഇപ്പം നമ്മൾ പല പ്രാവശ്യം ചോദിച്ചിട്ടും റെസ്പോൺസ് ചെയ്യാതെ എന്തെങ്കിലും ബാധ്യതയുണ്ടോ? അഹാനമായിട്ട് എന്തെങ്കിലും ബാധ്യത, പൈസ കൊടുക്കാനുള്ള ബാധ്യത, അങ്ങനെ എന്തെങ്കിലും മേഡത്തിന്റെ അറിവിലുണ്ടോ? എന്റെ അറിവിലില്ല. നമ്മളെല്ലാം സെറ്റിൽ ചെയ്തേക്കുന്നതാണ്. പേയ്മെന്റിന്റെ ഇഷ്യൂസ് ഒന്നുമില്ല. പേയ്മെന്റ് എല്ലാം സെറ്റിൽഡ് തന്നെയാണ്. ഡബ്ബിങ്ങിന് വന്നപ്പോൾ ഡബ് ചെയ്തത് അഹാനയല്ല. നമ്മൾ അഹാനെ ആ സമയത്ത് മനു കോൺടാക്ട് ചെയ്തിരുന്നു. ഡബ് ചെയ്യാൻ വേണ്ടി ഡബ്ബി മനസ്സിലായി. അതിനകത്ത് എന്ത് ഇത്ര മനസ്സിലാകാത്ത സാധനം? ഡബ്ബിങ്ങിന് വേണ്ടി അഹാനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അതിലെന്താണ് മനസ്സിലാകാത്തത്? എനിക്ക് മനസ്സിലായില്ല. എന്നിരുന്നാലും നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേനും അവരൊന്ന് പാളി. സംഭവം ഇത്രേ ഉള്ളൂ. ആദ്യം മറ്റൊരാളെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ അവർ ഇട്ടിട്ടുണ്ട് ലീഡ് റോളിന് ഡബ്ബ് ചെയ്യാനായിട്ട് ആളെ വേണമെന്ന്. അത് ശരിയാകാതെ വന്നപ്പോൾ അഹാനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അഹാന പോയി പണി നോക്കാൻ പറഞ്ഞു. അതാണ് സംഭവം. അത് ചോദിച്ചപ്പോൾ ഇവരൊന്ന് പതർന്നത് നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ കാണുകയും ചെയ്യാം. ഡബ്ബ് ചെയ്യാൻ കോൺടാക്ട് ചെയ്തു. മനു ഉള്ളപ്പോഴായിരുന്നു അത്. അന്നേരം എന്താണെന്ന് എനിക്കറിയില്ല. അന്നേരം ഡബ്ബിങ്ങിന് സഹകരിച്ചില്ലായിരുന്നു. ഈ സിനിമയുടെ ഒരു കാര്യം വരുമ്പോഴത്തേനും അഹാന പറയുന്നത് പുള്ളിക്കാരിക്ക് പൂർണ്ണമായിട്ടുള്ള റിജക്ഷനാണ് ഇതിൽ നിന്ന് കിട്ടിയത്. പുള്ളിക്കാരിയെക്കുറിച്ച് പല തരത്തിലുള്ള കിംവദന്തികൾ പറഞ്ഞു വരുത്തി ഈ പ്രൊഡ്യൂസർ. അതായത് പുള്ളിക്കാരി ലഹരിക്കടിമയാണ്, പുള്ളിക്കാരി സെറ്റ് കറക്റ്റില്ല. അതായത് അഹാനയുടെ പ്രൊഫഷണൽ ലൈഫിനെ, അതായത് ഈ സിനിമ കരിയറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കഥകളാണ് ഈ പ്രൊഡ്യൂസർ അടിച്ചിറക്കിക്കൊണ്ടിരുന്നത്. അത് ഈ അഹാനയുടെ 2 സുഹൃത്തുക്കൾ മുഖാന്തരം അഹാന ഈ സാധനം അറിഞ്ഞു. ഇങ്ങനെ പല കഥകളാണ് എന്നെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അഹാന ഒന്ന് പിണങ്ങി നിൽക്കുകയായിരുന്നു. ഇതും കൂടെ ആയപ്പോഴത്തേനും ആ പിണങ്ങും മതി കച്ചിയായിട്ട് ഇവർ തമ്മിൽ അടിച്ച് തിരിച്ച് പിരിഞ്ച്. അപ്പോൾ ഈ അഹാന പല സമയത്തായിട്ട് പറയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം അഹാന അവരുടെ പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇതിനെല്ലാം കൃത്യമായ ഡേറ്റുകൾ അഹാന പറയുന്നുണ്ട്. ഞാൻ ഡബ്ബിങ്ങിന് ഇന്ന ദിവസം കോണ്ടാക്ട് ചെയ്തു, ഞാൻ അടുത്ത ഷെഡ്യൂൾ എപ്പോഴാണ് ഇന്ന ദിവസം കോണ്ടാക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് ബേസിക്കലി നമ്മളെ ബോധിപ്പിക്കാനായിട്ടല്ല. അഹാന ഈ സാധനങ്ങളെല്ലാം സ്ക്രീൻഷോട്ട് അഹാനയുടെ കയ്യിലുണ്ട് എന്ന് അറിയിക്കണം. ഇവരെ അറിയിക്കണം, കൂടുതൽ എനിക്കിട്ടിട്ട് ചൊറിയരുതെന്ന്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാം തെളിവുകൾ അഹാനയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായ ഡേറ്റ് പറയുന്നത് ഈ മെസ്സേജസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടായിരിക്കും. ഇത് ക്ലിയർ പ്രൂഫാണ്. അഹാനയുടെ ഇതിനുള്ള തെളിവുകളുണ്ട്. ഇന്ന ദിവസങ്ങളിൽ അഹാന ഇത് സംസാരിച്ചിട്ടുണ്ടെന്ന്. അതായത് കുറച്ചും കൂടെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞാൽ എന്നെ കൂടുതൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഞാൻ വാരി പുറത്തിടുമെന്നാണ് അഹാന അതിൽ നിന്നും പറയാതെ പറയുന്ന സാധനങ്ങൾ. ഇതിൻ്റെ യാഥാസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് കേട്ടെടുത്തോളം അഹാനയുടെ സൈഡിൽ ഒരു ന്യായം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ അഹാന അധികം ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കുന്ന ഒരാളല്ല. പുള്ളിക്കാരി ചെയ്തിട്ടുള്ള സിനിമയിലെല്ലാം സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയെക്കുറിച്ച് ഇങ്ങനെ ഒരു നെഗറ്റീവ് വരുമ്പോഴത്തേനും പുള്ളിക്കാരി ഒരു ബിഗ് സ്റ്റാർ അല്ലാത്തതുകൊണ്ട് അത് നല്ല രീതിയിൽ പുള്ളിക്കാരിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പുള്ളിക്കാരിയുടെ കരിയറിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ പുള്ളിക്കാരിയുടെ ന്യായീകരണങ്ങൾ പറഞ്ഞു, പ്രതികരിച്ചു. ഏതായാലും ഇതിപ്പോൾ നമ്മളെന്ത് പറയാനാണ്? ഓരോരുത്തരുടെ ഈഗോ ആണ് ഇതിനകത്തെല്ലാം പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. ഈ സംഭവത്തിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചപ്പോൾ അഹാനയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കാം എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അഹാനയുടെ സൈഡിൽ നിന്നൊരു ന്യായീകരണം വരുമ്പോഴത്തേനും അതല്ല, ഇതിങ്ങനൊരു വശം കൂടി ഇതിനുണ്ട് എന്ന് നമ്മളെല്ലാവരും അറിയണം. അപ്പോൾ എൻ്റെ ആ വീഡിയോ കണ്ട അവരെ ഇതും കൂടെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമാണ്. ഇതാണ് ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഈ പുള്ളിക്കാരി ഇട്ട 8 ഷീറ്റോളം വരുന്ന ഷീറ്റിൻ്റെ ഒരു ചുരുങ്ങിയ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇത് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അഹാനയുടെ പേജിൽ പോയി നോക്കിയാൽ മതി. പക്ഷേ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവർ പോയി നോക്കുക. അത് മാത്രമല്ല, ഇത് ഇങ്ങനെ എഴുതി പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പം തീരും നമ്മൾ വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കത്തില്ല. അതോടൊപ്പം തന്നെ ഈ ലെറ്റർ അഹാന അവസാനിപ്പിക്കുമ്പോഴത്തേനും പുള്ളിക്കാരിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നിലധികം ആൾക്കാർ, ഈ സിനിമയുടെ ആരൊക്കെയത് ഞാൻ നോക്കിയിട്ട് പറയാം. അതെ, പുള്ളിക്കാരി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിവെച്ചുകൊണ്ട് രാകേഷ് നാരായണൻ, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, ബസൂത്ത് ടി ബാബുരാജ്, ഇനിഷ്യൽ എഡിറ്റർ, മൃദുല മുരളി, കോസ്റ്റ്യൂം ഡിസൈനർ, അഖിൽ രാജ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, തോമസ് ഹരി, അസിസ്റ്റന്റ് ഡയറക്ടർ, ഇത്രയും പേരും അഹാന പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് ഞങ്ങൾ യോജിക്കുന്നു എന്ന് പറയുന്നു എന്നാണ് അഹാന ഇതിനകത്ത് പറയുന്നത്. ഇതാണ് അഹാന ഇട്ട ഒരു ലെറ്ററിൻ്റെ ചുരുക്കഭാവം. ഇത് പോയി വായിക്കാൻ താല്പര്യമുള്ളതെല്ലാം പോയി വായിക്കുക. അല്ലാത്തവർക്കൊക്കെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലായത്.
എന്തായാലും ഇതൊക്കെയാണ് സിനിമാ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതെനിക്ക് മനസ്സിലായത്, പ്രൊമോഷന് വേണ്ടിയിട്ട് ചുമ്മാ ഒരാളെ കുറ്റം പറയുക, അപ്പോൾ ഈ സാധനം കയറി റീച്ചാവും. നാൻസി റാണി എന്നൊരു പടമുള്ള നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഇങ്ങനെ കോൺട്രവേഴ്സി ഉള്ളപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ? അനുഷ്ഠയുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കും. ഇതെല്ലാം പ്രൊമോഷൻ തന്നെയാണ്. പക്ഷേ ഈ പ്രൊമോഷന് വേണ്ടി നന്നായിട്ട് പോകുന്ന ഒരാളെ ബലിയാടാക്കരുത് എന്ന് മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം. മറ്റു വീഡിയോ ആയിട്ടാണ് വരാം. ബൈ.